ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം ലാസ്റ്റ് തന്നെ SI, അതുപോലെ തന്നെ നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ, ഇതൊക്കെ നമുക്ക് വിളിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, പക്ഷെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇപ്പം തന്നെ പഠിക്കണോ? എന്താണ് പഠിക്കേണ്ട ആവശ്യം? ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസും അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്വിസസ്, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സബ്ജക്ട് വൈസ് നമ്മുടെ ഡെയിലി ക്വിസസും, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടും. ജോബ് അലേർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല നല്ല ബെനിഫിറ്റ് കിട്ടും കേട്ടോ. ഇനി അടുത്തത്, നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ഏറ്റവും ആദ്യം, ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ഇപ്പം തന്നെ പഠിക്കുന്നത്? ഇപ്പം തന്നെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പഠിക്കണം. അതിൻ്റെ കാര്യം എന്താ ഇപ്പം തന്നെ പഠിക്കേണ്ടത് കാര്യം? നമ്മൾ നോക്കുവാണെങ്കിൽ സിലബസിൻ്റെ സൈസ്, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പ്രിലിംസും മെയിൻസും ആണ് ഉണ്ടാവുന്നത്. ഇതിൽ ഡിഗ്രി പ്രിലിംസ് ആണ്. നമ്മളൊരു LGSO അല്ലെങ്കിൽ LDCO ആ സിലബസിനെക്കാളും കുറച്ചുകൂടി നമ്മൾ നോക്കുവാണെങ്കിൽ വൈഡായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട സിലബസ് ആണ്. ഈ സിലബസ് മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയം വേണം. അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും കവർ ചെയ്യാൻ പറ്റുന്നതല്ല. കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സിലബസ് ചെറുതല്ല, സിലബസ് വലുതാണ്. പിന്നെ നമ്മൾ അടുത്തത് കോമ്പറ്റീഷൻ ലെവൽ. നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ കുട്ടികളുടെ അടുത്താണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പഠിക്കുന്നതാണ്. ഇപ്പം നമ്മൾ മാത്രമല്ല പഠിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും പഠിക്കുന്നതാണ്. അതുകൂടാതെ എന്തായിരുന്നു, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹത്തിൽ അത്രയും പ്രഷറിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായും എന്തായിരുന്നു, കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും, കുറവായിരിക്കില്ല, കുറച്ചുകൂടി കൂടുതലായിരിക്കും കോമ്പറ്റീഷൻ ലെവലിൽ. കാരണം എന്താ, എല്ലാവർക്കും ജോലി വേണം. എല്ലാവരും ഭയങ്കര പ്രഷറിൽ ഇരിക്കുമായിരിക്കും. അയ്യോ ജോലി കിട്ടിയില്ലേ, അല്ലെങ്കിൽ ജോലി കിട്ടാൻ ലേറ്റ് ആവോ, ഈ ഒരു ചാൻസ് എങ്ങനെയാണെങ്കിലും നേടണം. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്പോൾ ഒരുപാട് കാത്തിരിക്കുന്ന, ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു പോസ്റ്റാണ്, ഒരുപാട് നല്ല അടിപൊളി പോസ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ സ്വപ്ന ജോലിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് പോലെ തന്നെ എല്ലാവരും ഇത്രയും വർക്ക് ചെയ്യണം, ഇതിനു വേണ്ടി ഇത്രയൊക്കെ നമ്മൾ ചെയ്യണം എന്ന് തന്നെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടാവും. അടുത്തത് ക്വസ്റ്റ്യൻ പാറ്റേൺ ശരിക്കും PSC ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. PSCക്ക് എന്തും ചോദിക്കാം. നേരത്തെ നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള കുറെ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു. 2023 നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 22-23 ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും PSC ഒന്ന് ഭയങ്കര ടോട്ടലായിട്ട് മാറി. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻഡെപ്ത് ആണെന്ന്. 2024 വരുമ്പോഴെന്തായിരുന്നു, ഇൻഡെപ്തും ചോദിക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ PSCയുടെ പാറ്റേൺ മാറിയതുകൊണ്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചപ്പോൾ PSC ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ളത്. അതുകൊണ്ട് PSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാറ്റേണിൽ നമ്മൾ പഠിക്കണമെങ്കിൽ എന്തായിരുന്നു, ഇൻഡെപ്ത് ആയിട്ടും പഠിക്കണം, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിക്കണം. എങ്കിലാണ് നല്ലൊരു റാങ്ക് ലഭിക്കുകയുള്ളൂ. വെറുതെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് മാത്രം കാര്യമില്ല, നല്ലൊരു റാങ്ക് തന്നെ ലഭിക്കണമല്ലോ. അപ്പോൾ അതിനെന്തായിരുന്നു, PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നുകൂടി മാറി എന്നുള്ള കാര്യം യാഥാർത്ഥ്യം മനസ്സിലാക്കി. അപ്പോൾ പഠിക്കേണ്ട എന്തായിരുന്നു, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ വേക്കൻസി. അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് വേക്കൻസിയും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ സൈസും. വേക്കൻസി എന്ന് പറയുമ്പോൾ LDC പോലെ തന്നെ ഒരു 10th LDC ഒക്കെ ആണെങ്കിൽ നല്ല വേക്കൻസി ഉണ്ട് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വേക്കൻസിയും റാങ്ക് ലിസ്റ്റിന്റെ സൈസ് ഒരുപാടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ 2000+ ആയിരുന്നു റാങ്ക് ലിസ്റ്റ്. അതായത് സപ്ലിമെന്ററി ലിസ്റ്റും നമ്മുടെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റും ഉൾപ്പെടെയാണ് വരുന്നത്. 2205 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അതിൽ മെയിൻ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000-നുള്ളിലായിരുന്നു, 900 ആയിരുന്നു റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായിരുന്നു, നമുക്ക് എവിടെയാണ് കയറേണ്ടത്, മെയിൻ ലിസ്റ്റിൽ. അതും എവിടെയാണ് കയറേണ്ടത്, 100ന്റെ റാങ്കിന്റെ ഉള്ളിലാണ് കയറേണ്ടത്. അവിടെ നമ്മൾ എത്താൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രയത്നിക്കേണ്ടത്. സോ കൃത്യമായിട്ട് എന്തായിരുന്നു, നമ്മൾ അവിടെ
കാര്യമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, അവിടെ എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ പ്രയത്നിക്കണം. 100 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെ വരണം. അല്ലാതെ 900 റാങ്ക് നിങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലൊന്നും കയറരുത്. റാങ്ക് ലിസ്റ്റിൽ കയറി എന്ന് മറ്റുള്ളവർക്ക് നമുക്ക് പറയാം വേണമെങ്കിൽ, പക്ഷെ അത് നമുക്ക് ഗുണകരമാകണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല റാങ്കിൽ തന്നെ കയറണം. അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മൾ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്? നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? പോരാ, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം? നമ്മൾ ഭയങ്കര ഉഴപ്പിയൊക്കെ നടക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു കുറച്ച് മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വേണം. കാരണം നമ്മളിപ്പം മാറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് വിഷമിക്കുകയായിരിക്കും. നമുക്ക് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അതുപോലെ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര സമയമുണ്ടോ, ഇപ്പൊ 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. ഓരോരുത്തരും ആ മണിക്കൂറുകൾ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ടൈം മാനേജ്മെന്റിന്റെ കാര്യം ഇരിക്കുന്നത്. നമുക്ക് 24 മണിക്കൂറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, എത്ര മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നു? ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല അല്ലെ? എത്ര മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നു? ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എത്ര സമയം മാറ്റിവെക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഒരാഴ്ചത്തെ ഇപ്പോഴാകുമ്പോൾ സമയമുണ്ട്, ഇപ്പം മുതൽ നമുക്ക് തുടങ്ങിയാൽ മതി. ഇപ്പോഴാകുമ്പോൾ സമയമുണ്ട്, ഒരാഴ്ച നിങ്ങൾ തന്നെ ഇപ്പോൾ ഒട്ടും സമയമില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിലൊക്കെ എഴുതി വയ്ക്കുക, ഇന്ന് ഞാൻ ഇത്ര സമയം ഇത് ചെയ്തു, ഇത്ര സമയം ഇത് ചെയ്തു എന്ന്. അവിടെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 2-3 മണിക്കൂറെങ്കിലും, എത്ര തിരക്കാണെങ്കിലും 2-3 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ടൈം നിങ്ങൾ അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക, പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു ലോങ് ടേം പ്ലാൻ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ലോങ് ടേം പ്ലാൻ ആണ് വരുന്നത്. അപ്പോൾ ലോങ് ടേം പ്ലാൻ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് എന്തായിരുന്നു, ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലോങ് ടേം പ്ലാനിൽ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് PYQ ചെയ്ത് പോകാൻ പറ്റും. ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. ബേസിക് ഫാക്ട്സ് ഒക്കെ പഠിക്കാൻ ഉണ്ട്. കാരണം നമ്മൾ ലോങ് ടേം പ്ലാനാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ലോങ് ടേം പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടാവും, PYQ ചെയ്യാൻ സമയം ഉണ്ടാവും, റിവൈസ് ചെയ്യാനും സമയം ഉണ്ടാവും. ഷോർട്ട് ടേമിൽ നമുക്ക് ഇത്രയും സമയം കിട്ടത്തില്ല, പക്ഷെ ഇപ്പം നമുക്ക് സമയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ കോഴ്സാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ അഡ 24/7 കോഴ്സ് ഉണ്ട്. ഈ വീക്ക് തന്നെ കോഴ്സ് ലോഞ്ച് ചെയ്യും. അങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ Y681 എന്ന കോഡ് ഉപയോഗിച്ച് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഓൾറെഡി അവിടെ ഒരു കോഡ് ഉണ്ടെങ്കിൽ പോലും അത് റിമൂവ് ചെയ്ത് Y681 എന്ന കോഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യണം, എങ്കിലേ നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇനി അഥവാ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മാത്രമല്ല SAക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, LDC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇനി ഒത്തിരി എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള അടുത്തൊരു ഓപ്ഷനാണ് നമ്മുടെ മെഗാ പാക്ക്. നമ്മുടെ മെഗാ പാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ SSCക്കോ RRBക്കോ PSCക്കോ എന്തിനു വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തോളൂ. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ മെഗാ പാക്കിലുള്ള എല്ലാ കോഴ്സസും ആക്സസ് ചെയ്യാം. ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ, അതായത് കോഴ്സിൽ നിന്നും ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതലൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു മെഗാ പാക്ക് യൂസ്ഫുൾ ആയിരിക്കും. മെഗാ പാക്ക് വാങ്ങുമ്പോഴും ഈ കോഡ് ഉപയോഗിക്കണേ, Y681 എന്ന കോഡ് ഉപയോഗിക്കണം. ഇനി ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. കാരണം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും വരാനില്ല, ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അഡ 24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ അഡ 24/7 ടൈപ്പ് ചെയ്യുക. അഡ 24/7 നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യം കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആപ്പിലാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേറ്റ് എക്സാംസ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്റ്റേറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണല്ലോ നോക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് ആയ കേരളയിൽ ക്ലിക്ക് ചെയ്യുക. കേരളയിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കാറ്റഗറി ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, കേരള ഹൈക്കോർട്ട് ഉണ്ട്, കേരള SSCയും കേരള റെയിൽവേ ഒക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് മെഗാ പാക്കോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കേരള PSCയിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഡബിൾ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ കോഴ്സും ആക്സസ് ചെയ്യാന്ന്. അങ്ങനെയല്ല, ഒരു വർഷത്തേക്കല്ല, 2 വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ കോഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ, 2 വർഷത്തേക്ക്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസം തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്
ബൈ നൗ കൊടുക്കുക. മേലത്തെ കോഡ് റിമൂവ് ചെയ്യുക, താഴെ Y681 എന്ന കോഡ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു 3319 രൂപയ്ക്ക് വാങ്ങാം. ഇനി നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും ഇതേപോലെ പർച്ചേസ് ചെയ്യാം, 3319 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്യുക, ഈ ഒരു കോഡ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് എന്തായിരുന്നു വേറെ ഒരു കോഴ്സും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, മെഗാ പാക്ക് മാത്രം മതി. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ. ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.